ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഷേക്ക് ഉണ്ടാക്കാൻ പോകണം. ഷേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഗംഭീരമായിട്ടുള്ള ഷേക്കൊന്നുമല്ല. ഇവിടെ കൊച്ചു കൊച്ചു സാധനങ്ങൾ വെച്ചിട്ട് കൊച്ചു കൊച്ചു ഷേക്ക്. ഇത് എത്ര പേർക്ക് കഴിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഓൾറെഡി പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തിളപ്പിച്ച് വെച്ചതിൻ്റെ പാലിൻ്റെ ബാക്കി ഇരുന്നു. അപ്പോൾ എനിക്ക് ഫ്രിഡ്ജിൽ കയറ്റി വെള്ളം മടിയുകൊണ്ട് ഞാൻ ഷേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇത്രയും പാലുണ്ട്, വീട്ടിലൊക്കെ എല്ലാവർക്കും കുറച്ച് കുറച്ച് കുടിക്കാം. അതുകൊണ്ടാണ് അത്രയും പാലെടുത്തത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എൻ്റെ മനസ്സിൽ കരുതുന്ന കുറച്ച് കാര്യങ്ങൾ എൻ്റെ വീട്ടിലുള്ള കാര്യങ്ങളായതുകൊണ്ട് ഞാൻ എടുക്കുന്നു. ന്യൂട്രല്ല, ഓഫ് കോഴ്സ്, ഓൾവേസ് ന്യൂട്രല്ല ഈസ് മൈ ഫേവറേറ്റ്. പിന്നെ കുറച്ച് എന്താ പറയുക, കുറച്ച് എന്താ പറയുക, ചോക്ലേറ്റ്സ് ഇരിക്കുന്നുണ്ട്. ചോക്ലേറ്റ്സ് തന്നെ എൻ്റെ വീക്ക്നെസ്സാണ്. ഫസ്റ്റ് ഏതോ ഒരു പേരുള്ള ചോക്ലേറ്റ്, നെക്സ്റ്റ് ഡയറി മിൽക്ക് ഇരിക്കുന്നുണ്ട്. ഞാനിത് മറ്റേ സ്റ്റാൻഡൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. വാങ്ങിക്കണമെന്ന് വെച്ച് പുറത്ത് പോയി. എന്നിട്ട് ഞങ്ങൾ അത് വാങ്ങിക്കാതെ വേറെ എന്തൊക്കെയോ വാങ്ങിച്ചിട്ട് തിരിച്ച് വന്നു. ഞാൻ തൽക്കാലം ഇത് 3 ചോക്ലേറ്റായിട്ട് 3 എടുക്കുന്നുണ്ട്. പിന്നെ ഗാലക്സി ഇരിക്കുന്നുണ്ട്. ഗാലക്സി തീർന്നു കഴിച്ചു. എന്നിട്ട് എമ്മേൻ്റെ അമ്മ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ പപ്പ ആൻറ്റിയും അടുപ്പിച്ചടുപ്പിച്ച് വന്നുകൊണ്ടാണ് ഇത്രയും ചോക്ലേറ്റ്സ്. എന്തെങ്കിലും ഒരു ചോക്ലേറ്റായിട്ട് ചോക്ലേറ്റിൻ്റെ കവർ പോലെ ഇതിൽ കാണില്ല. പിന്നെ 2 സ്നിക്കേഴ്സ്, പിന്നെ ഇച്ചിരി ഹെൽപ്പ് ചെയ്യാൻ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്. ആൻറ്റി കൊണ്ടുവന്നതാണ്. ഇതൊക്കെ നമുക്ക് ഇട്ടൊരു ഷേക്ക് വയ്ക്കാൻ. ഇവിടെ അടുക്കള എന്ന് പറയുന്നത് ഇവിടെ ഒരു അലങ്കോലമായ സ്ഥലമാണ്. കാരണം അമ്മയുടെ കൈ ഒടിഞ്ഞു. സോ ഇവിടെ കയറുന്നത് ഞാനും പപ്പയാണ്. അതുകൊണ്ടാണ് ഈ അടുക്കള ഇങ്ങനൊരു പരിപാടി. ഞാൻ സ്പൂൺ എടുത്തിട്ട് വരാം. നമ്മൾ സ്പൂൺ എടുത്ത് വന്നു. കൈ സ്പൂൺ ഇതിനാന്ന് വെച്ചാൽ ഒട്ടില്ല ഇടാൻ. വേണമെങ്കിൽ പഞ്ചസാര ഇടാം, ഞാൻ തന്നെ ഇടില്ല. കാരണം ഇറ്റ്സ് വാസ് സോ എന്തായാലും നല്ല ഇതായിരിക്കും, മധുരമായിരിക്കും. അപ്പനൊക്കെ കഴിക്കാൻ ചാൻസ് വളരെ കുറവാണ് ഗൈസ്. കാരണം ഷുഗറുകളല്ലേ. അപ്പം ന്യൂട്രല്ല ഞാൻ ഇട്ടു. അത് വീഡിയോ എടുത്തിരുന്നുള്ളൂ. ന്യൂട്രല്ല ഞാൻ ഇട്ടു തരാം. അതുണ്ട്. ഇനി അത് കമത്തി ഇനി ഇവിടെ മൊത്തം കൊണ്ടു വെച്ച് എനിക്ക് തനിച്ച് കാട്ടുന്നുണ്ട്. അത് ഞാൻ കാണിക്കുന്നില്ല. പിന്നെ ഇതെന്തോ ഒരു തരം ഡ്രൈ ഫ്രൂട്ടാണ്. കുഞ്ഞിൻ്റെ ഉള്ളതാണ്, മീൻസ് എൻ്റെ അമ്മയുടെ അനിയത്തി കൊണ്ടുവന്നതാണ്. നീതു എന്നാണ് ആളുടെ ശരിക്കുള്ള പേര്. ഞാൻ വിളിച്ച് കുഞ്ഞാൻറ്റി എന്നാക്കിയതാണ്. കുഞ്ഞാൻറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയതായിട്ട് കുഞ്ഞാൻറ്റി അല്ല, എന്നാലും ഒരു ആൻറ്റി ആണ്. ഇതൊക്കെ നല്ല ഭയങ്കര ഔഷധ ഗുണമുള്ള സാധനങ്ങൾ തന്നെയാണ് കുഞ്ഞാൻറ്റിയിൽ അറിയിക്കുക, ആൾക്കറിയാം. പിന്നെ സ്റ്റിക്കേഴ്സ് ഓൾ ടൈം മൈ ഫേവറേറ്റ്. തൽക്കാലം നമുക്ക് 2 സ്റ്റിക്കേഴ്സ് ഇതിലിടാൻ മതിക്കാം. പല്ലൊട്ടിയുണ്ട്. പക്ഷേ ഇത് എന്താ അലങ്കോലായിരിക്കണേന്ന് നിങ്ങൾ വിചാരിക്കണമെങ്കിൽ ബിക്കോസ് ഐ ആം യൂസിങ് ദിസ് അടുക്കള, അതുകൊണ്ടാണ് ഇതിങ്ങനെ. അല്ലെങ്കിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ ഒരു ഭയങ്കര വൃത്തി വന്ന സ്ഥലമാണ് ഈ അടുക്കള. രണ്ടെണ്ണം പോരെ, കുറേ ചോക്ലേറ്റ്സ് ഇടുന്നതുകൊണ്ട് നമുക്ക് അത്രയും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അടുത്തതായി നമ്മുടെ നായിക ഡയറി മിൽക്ക്. ഇതൊക്കെ നല്ല കട്ടിയാണ്, ഒന്നും ബ്ലെൻഡ് ആവില്ല എനിക്കറിയാം. എന്നാലും നമ്മളൊരു രസത്തിന് നിന്നു. പിന്നെ ഇതെന്തോ തരം മിഠായി, അതിന് കുറേ ലെയറൊക്കെ ഉണ്ടെന്ന് കത്തിയിട്ടുണ്ട്. സോ നമ്മൾ ഇടിച്ച് അങ്ങോട്ട് ചമ്മന്തി ആക്കി അങ്ങോട്ട് പൊടിക്കാം. ഇതിന് പകരം നമുക്ക് കിറ്റ്കാറ്റ് യൂസ് ചെയ്യാം. ഇതുപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇടിച്ച് പൊടി
ഇതിനകത്തുള്ളവർക്ക് ഇവിടെ അവിടെ തട്ടാം. ഉണക്കിൽ ദിസ് കുറച്ച് മെയിൻ്റെനൻസും കൂടി ഇട്ടെടുക്കാം. കുറച്ച് ഇരിക്കട്ടെ നോക്കി. ഇതിൻ്റെ കളർ വന്നാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇങ്ങനെ ഇരിക്കും എന്തോ കുറച്ച് ഐസും കൂടി ഇട്ടൊക്കെ ഉണ്ടായതായിട്ട് എന്തിട്ട് കുറയ്ക്കാൻ. അതാണ് ഇന്ന് ഞാൻ കുറച്ച് ധൃതിയാക്കി. എല്ലാം നല്ല പ്രോപ്പറായിട്ട് അടിക്കണം, അല്ലെങ്കിൽ നമുക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് അടി കിട്ടും. അടങ്ങിട്ടൊന്നുമില്ല കൈസ്. ഇങ്ങനെ ദൈവമേ, ഇനി അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ പരിപാടി നോക്കിയിട്ട് പോകേണ്ട വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ കടപ്പോശം കൊണ്ടിരിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. മര്യാദയ്ക്ക് ആ മിക്സ് എടുത്താൽ തരും. ഇത് മാറിപ്പോയി. ചിലപ്പോൾ ഇട്ടേൻ്റെ കുഴപ്പം. സത്യം ഇട്ടേൻ്റെ കുഴപ്പമാണ് കൈസ്. ഞാനല്ല ഇട്ടത്, എൻ്റെ അപ്പനാണ് ഇട്ടത്. എൻ്റെ മണ്ടത്തിലാണ് ആരും പറയുന്നത്. പടങ്ങി കൈസ്. നമുക്കിനി ബ്ലെൻഡ് ചെയ്യാം. ബ്ലെൻഡിങ് ടൈം. ഇനി ഒന്നും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. നമുക്കിനി ഉണക്കാം. ഓക്കെ, ഇനി ഞാൻ ഇത് അടിച്ചിട്ട് വരാം. ഇനി ഞാൻ ഫോം വെച്ച് തകിട് കാണിച്ച് മൊത്തം പോയി കഴിഞ്ഞാൽ സീനാണ് ഗൈസ്. സോ ഇത് അടിച്ചിട്ട് വരാം ഗൈസ്. ഗൈസ്, നമ്മുടെ സാധനം ഞാനിവിടെ അടിച്ച് ബൗളിലേക്ക് എടുത്ത് മാറ്റിയത്. സാധാരണ നമ്മൾ കപ്പിലേക്കാണ് മാറ്റാറ്. ഈ സമയം ഞാൻ ബൗളിലേക്കാണ് മാറ്റിയത്. കാരണം ഇവിടെ കപ്പൊന്നും കാണുന്നില്ല ഗൈസ്. കപ്പ് മീൻസ് അങ്ങനത്തെ കപ്പില്ല ഗൈസ്. മഗ്ഗാണ് ഞങ്ങൾ മറ്റേ ഇതിനൊക്കെ യൂസ് ചെയ്യുന്നത്. മഗ്ഗിൽ രണ്ടെണ്ണത്തിനും എന്തൊക്കെയോ സാധനങ്ങളാണ്. സോ ഈ ഒരു ബൗളിലേക്ക് ഞാൻ മാറ്റി. സാധനം ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി. എങ്ങനെയാണെന്ന് അറിയണമല്ലോ. സാധനം കുടു സാധനമാണ്. എൻ്റെ വീട്ടുകാരുടെ റിയാക്ഷൻ എടുക്കുന്ന എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ അവരുടെ എനിക്ക് വിലക്ക് കിട്ടി തല കിട്ടാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് ഞാനിവിടെ വേണ്ടി ചെയ്യണം ഗൈസ്. ബിക്കോസ് ദേ ഡോണ്ട് ലൈക്ക് ക്യാമറ, സോ ദേ വിൽ നോട്ട് സേ ദ റിയാലിറ്റി. അതാണ് സത്യം. ശരിക്കുള്ള കാര്യം അവർ പറയില്ല, അവർ എന്നൊക്കെ പറയുള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ ഇത് പറയണം, അടിപൊളി സാധനമാണ്. മസ്റ്റ് ട്രൈ ആണെന്നൊന്നും ഞാൻ പറയില്ല. ഇതൊന്നും ആരുടെയും വീട്ടിൽ കാണണമെന്നില്ല. പിന്നെ ആ 2 ഫ്രൂട്ട്സും എൻ്റെ ആൻറ്റി എനിക്ക് കൊണ്ട് തന്നതാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ഞങ്ങൾ ചെയ്യാം. പിന്നെ ഇത് ചോക്ലേറ്റ് മാത്രം വെച്ചുണ്ടാക്കാം. എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിൽ വെച്ചും ഫ്രൂട്ട്സ് വെച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മറ്റേ പാലിന് പകരം മറ്റേ വാട്ടർ എടുക്കുക. ഒരു ജ്യൂസായിട്ട് നിങ്ങൾക്ക് കുടിച്ചാൽ മതി. ഷേക്കായിട്ടാണെങ്കിൽ അത് ഞാൻ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തുകൊണ്ടാണ് ഈ എക്സ്പ്രഷൻ ഞാൻ ഇട്ടത്. നെവർ ട്രൈ ദാറ്റ്. പിന്നെ പച്ചമാങ്ങ വെച്ച് നിങ്ങൾ വേണമെങ്കിൽ ഒരു സാധനം ഉണ്ടാക്കി. ഞാൻ റെസിപ്പി പറഞ്ഞുതരാം, പക്ഷെ ഞാൻ ചെയ്യலாம். ആ റെസിപ്പി ഞാൻ ഇപ്പം തന്നെ പറയാം. പച്ചമാങ്ങ എടുക്കുക, അരിയ, ഇതിലേക്ക് ഇടുക, പഞ്ചസാര നന്നായിട്ട് വേണ്ടി വരും. പിന്നെ സോഡ ഒഴിക്കുക, ബ്ലെൻഡ് ചെയ്യുക. സേന സെറ്റായി. നല്ല ടേസ്റ്റാട്ടാ. ഉപ്പ് വേണമെന്നില്ല, കാരണം പുളി നന്നായിട്ടുള്ളതായതുകൊണ്ട് നമ്മൾ പച്ചമാങ്ങ ഒരു ദിവസം വേണം ചെയ്യാം. ഇപ്പോൾ ഒരു ട്വിസ്റ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കാൻ സ്ഥലമില്ല. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ സ്ഥലമൊക്കെ ഉണ്ടാക്കി ഞാൻ വെച്ച് ഇത് കഴിക്കണ റിയാക്ഷൻ എനിക്ക് ഒരിക്കലും എടുക്കാൻ പറ്റില്ല. സോ സൈനിങ് ഓഫ് ബൈ 12.